നമ്മുടെ ഒരു പ്രേക്ഷകൻ അനീഷ് പറയുന്നത് യു എയിൽ ഭയങ്കര ഹ്യൂമിഡാണ്, ഭയങ്കര പ്രശ്നങ്ങളാണ് എന്നുള്ളത്. അപ്പോൾ ഡ്യൂ ഫാക്ടറൊക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മത്സരത്തിൽ. ഒരു 160 ഇല്ലെങ്കിൽ 180 അതാണ് ഒരു സേഫസ്റ്റ് ഫസ്റ്റ് ഇന്നിങ്സ് ടോട്ടൽ എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു സ്കോർ അപ്പോഴും സേഫ് അല്ല. അതിലേക്ക് ആ റിസ്കിലേക്കൊക്കെ പോകാൻ ഒരു ടീമും തയ്യാറാവില്ല. പാകിസ്ഥാൻ കഴിഞ്ഞ തവണ പോലെ ചെയ്ത ഒരു ബ്ലണ്ടർ അത് ഇനി ഉണ്ടാവില്ല എന്ന് കരുതാം അല്ലേ? വളരെ ശരിയാണ്. കാരണം ദുബായിലെ ഇതുവരെയുള്ള മത്സരങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു സ്ലോ വിക്കറ്റ് ആണത്. അപ്പോൾ റൺ സ്കോർ ചെയ്യുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഏത് ടീം ബാറ്റ് ചെയ്താലും അവര് 150 മുകളിലൊക്കെ പോവുകയാണെങ്കിൽ അതൊരു നല്ല സ്കോറായിട്ട് തന്നെ പറയണം. ഒരു ഫൈറ്റിംഗ് ടോട്ടൽ തന്നെയാണ്. പക്ഷെ T20 ഫോർമാറ്റിൽ നമ്മളിപ്പോ ഈ പറഞ്ഞ 150 ഒരു പക്ഷെ ആദ്യത്തെ പവർ പ്ലേ പുറത്തിരിക്കും. രണ്ടാമത് ചേസ് ചെയ്യുമ്പോൾ പവർ പ്ലേയില് അനായാസം സ്കോർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, റൺസ് വന്നു കഴിഞ്ഞാൽ ഈ 150 ഒരു പക്ഷേ അതൊരു കുറവ് ടോട്ടലായിട്ട് മാറാം. എന്തായാലും T20 ഫോർമാറ്റില് നമുക്കൊരു പ്രവചനം സാധ്യമല്ല. എങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ എന്നുള്ള ഒരു മത്സരം ടോസ് കിട്ടിയാൽ ബൗളിംഗ് അത് മാറ്റമൊന്നും ഉണ്ടാവില്ല. വളരെ ശരിയാണ്. കാരണം ഇന്ത്യക്ക് വെറൈറ്റിയാണ്, പാകിസ്ഥാന് വെറൈറ്റി ഇല്ല. നേരത്തെ റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെ അവർക്ക് ആപ്പാടെ ഉള്ളത് ഷാഹിൻ അഫ്രീദി അല്ലെങ്കിൽ റൌഫ്, ഇവരൊന്നും കൺസിസ്റ്റന്റ് അല്ല. ആദ്യമേ ഇന്ത്യൻ ബാറ്റർമാരുടെ ബാറ്റിൽ നിന്ന് റൺസ് ഒഴുകാൻ തുടങ്ങി കഴിഞ്ഞാൽ അവരുടെ കൺസിസ്റ്റൻസി പോകും. പക്ഷെ ഇന്ത്യക്ക് അങ്ങനെയല്ല. ഇന്ത്യയുടെ ബോളിംഗ് വെറൈറ്റി നോക്കണം. ഇപ്പൊ ബുംറയുടെ കാര്യം പറഞ്ഞു, കൂടാതെ ഹാർദിക് പാണ്ഡ്യ ആയാലും ദുബൈ ആയാലും, കൂടാതെ 3 ക്വാളിറ്റി സ്പിന്നേഴ്സ്. അപ്പൊ ബോളിങ്ങിന് ധാരാളം ഓപ്ഷൻസ് ഇന്ത്യയിലൊക്കെ ഉണ്ട്. അപ്പൊ അതൊരു ഗുണമായിട്ട് തന്നെ പറയണം. ബാറ്റിങ്ങിലായാലും ഏറ്റവും മികച്ച രീതിയിൽ ഇപ്പൊ സഞ്ജു വി സാംസൺ ഒക്കെ കഴിഞ്ഞ മത്സരത്തിലും അർദ്ധ സെഞ്ചുറി നേടി. ഇനി അദ്ദേഹത്തിന്റെ ഈ ഒരു മത്സരം വളരെ ക്രൂഷ്യലാണ്. അദ്ദേഹത്തിന് ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ, അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ ആ ടീമിൽ കൺസിസ്റ്റന്റ് ആയിട്ട് അദ്ദേഹത്തിന് തുടരാൻ സാധിക്കും. ഇതൊക്കെ വളരെ ക്രൂഷ്യലായിട്ട് കേരളത്തെ സംബന്ധിച്ച് സഞ്ജു വി സാംസൺ ഇന്ന് കളിക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉറ്റുനോക്കുന്ന അദ്ദേഹത്തിന്റെ ബാറ്റിംഗും കീപ്പിംഗും തന്നെയാണ്. പക്ഷെ ടീമിന്റെ ഘടന നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിലും ഏറെ മുന്നിലാണ്. പക്ഷെ T20 ഫോർമാറ്റ് ആണ്, വീണ്ടും ഞാൻ പറയുന്നു. കാരണം ക്രിക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും പ്രഡിക്ഷൻ സാധ്യമല്ല. ഇന്ത്യ ഒരു ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിലും ഇന്ത്യക്ക് നല്ലൊരു സ്കോർ പടുത്തുയർത്താം. മറുപടി പാകിസ്ഥാൻ അത് ചേസ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, എന്തായാലും വിനീത് നാരായണൻകുട്ടി എന്ന പ്രേക്ഷകൻ പറയുന്നത് ഇന്നത്തെ താരം അഭിഷേക് ശർമ്മയായിരിക്കും എന്ന കാര്യമാണ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.